ഹായ്, എൻ്റെ പേര് ആദിത്യൻ. ഞാൻ മാർവൻസ് കോളേജിൽ ബികോം സെക്കൻഡ് ഇയർ പേഴ്സീവ് ആണ്. എനിക്ക് ACL ഇഞ്ചറി ആയിട്ടാണ് ഞാൻ ആദ്യം മല്ലരീഫിൽ വരുന്നതും ഷമാസ് സാറിനെ കാണുന്നതും. ആൻഡ് സാർ എനിക്ക് ACL റീകൺസ്ട്രക്ഷനാണ് സർജറി പറഞ്ഞിരുന്നത്. ആൻഡ് അത് ഞാൻ ചെയ്തു. 6 മന്ത്സോളം ഇപ്പോൾ ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെയാണ് ഫിസിയോതെറാപ്പിയും ചെയ്തത്. ആൻഡ് ഇപ്പം അതിനുശേഷം എൻ്റെ മസിൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് വന്നിരിക്കുന്നത്. എനിക്കിവിടുത്തെ അമ്യൂണിറ്റീസ് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എല്ലാം ഭയങ്കര നൈസാണ്. താങ്ക് യു. എൻ്റെ പേര് സുഹറ. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുതുക്കുറിച്ചി ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം ജില്ലയിൽ. മെയ് 3 എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഡ്യൂട്ടിക്കിടയിൽ. അപ്പോൾ ലിഗമെൻറ്റ് സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാരിഫ് ഹോസ്പിറ്റലാണ് ചെയ്തത് സർജറി. 2 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം 3-ാമത്തെ മാസം തൊട്ട് എനിക്ക് സാധാരണ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റി. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 7 മാസമായി. എനിക്കിപ്പോൾ പഴയ പോലെ ആക്സിഡൻറ്റിന് മുമ്പുള്ളതുപോലെ എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട്. തറയിലിരുന്ന് നമസ്കരിക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ, എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും നമ്മൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴത്തേക്കും, സ്പീഡിനൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്കൊരു ആശങ്കയുണ്ട്. സർജറി കഴിഞ്ഞ് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലാരിഫ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചിട്ട് ഇതുപോലെ ഐസോ കൈനറ്റിക് ഡൈനാമോമീറ്റർ എന്ന് പറയുന്നൊരു മെഷീനെ കുറിച്ച് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഈ മെഷീനെ കുറിച്ച് കേൾക്കുന്നത്. ഇന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല റിസൾട്ടാണെന്നാണ് പറഞ്ഞത്. നല്ല സ്ട്രെങ്ത് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒന്നുകൂടി എനിക്ക് കോൺഫിഡൻറ്റ് കൂടി. എല്ലാവർക്കും ലൈഫ് ഹോസ്പിറ്റലിലെ ഡോക്ടറിന്, ഷമ്മാസ് ഡോക്ടറിന്, പ്രവീൺ സാറിന്, അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും, പിന്നെ ഈ സഞ്ജീവനി ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സുധീർ. എനിക്കൊരു 2-3 കൊല്ലത്തിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ACLും മെനിസ്കസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ഡോക്ടർ ഷമാസ് അല്ലാരിഫ് ഹോസ്പിറ്റൽ അമ്പലത്രയാണ്. പുള്ളിയെ വന്ന് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ അതേണൊക്കെ ചെയ്തു. ഇപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേര് വിഷ്ണു. എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി ACL സർജറി ചെയ്തായിരുന്നു. അല്ലാരിഫ് ഹോസ്പിറ്റൽ ഷമാസ് സാറാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ പോലെ, പഴയതുപോലെ എനിക്ക് ഓടാനും നടക്കാനും എല്ലാം പറ്റുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ITM കോളേജ് BSc നഴ്സിംഗ് 3rd ഇയർ പഠിക്കുകയാണ്. അപ്പം കഴിഞ്ഞ വർഷം നവംബറിലാണ് എനിക്ക്, നവംബർ 22 എനിക്ക് ACL ഇഞ്ചറി പറ്റുന്നത്, ഫുട്ബോൾ ഇഞ്ചപ്പോൾ. അത് ഞാൻ പിന്നെ 8-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഡോക്ടറെ വന്ന് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ സർജറിക്ക് സർജറി ചെയ്തു. പിന്നെ 2 മാസത്തെ റെസ്റ്റും അത് കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞു ഡോക്ടർ, ഫിസിയോതെറാപ്പിയും പറഞ്ഞു ഡോക്ടർ. അത് ഞാൻ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്തു. അതുകൊണ്ട് ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പം മസിൽ സ്ട്രെങ്ത് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പം എൻ്റെ കാല് പഴയതിലാക്കി തന്നതിനും എനിക്ക് വീണ്ടും കളിക്കാൻ വേണ്ടി ഒരു സാഹചര്യം നോക്കി തന്ന ഡോക്ടർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ അല്ലാരിഫ് ഹോസ്പിറ്റലിലെ ബാക്കി സ്റ്റാഫിന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ പേര് കിങ്സ്റ്റൺ എന്നാണ്. ഞാനൊരു ചെറിയ ആക്സിഡൻറ്റ് മൂലം അല്ലാരിഫ് ഹോസ്പിറ്റലിൽ ഷമാസ് സാറിനെ കാണാനിടവായി. അതിനുശേഷം ഞാൻ ഓപ്പറേഷൻ ചെയ്തു ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പം ഷമീർ സാറിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം സഞ്ജീവൻ ഹോസ്പിറ്റലിലോട്ട് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വന്നു. ഇപ്പം ഞാൻ 90%, മോർ ദാൻ 90% ഞാൻ ഓക്കെ ആയിട്ട് ഹാപ്പിയിലായിട്ടാണ് ഇരിക്കുന്നത്. പഴയതുപോലെ എനിക്കിപ്പോൾ ഓടി നടക്കാനും എല്ലാത്തിനും പറ്റും. ഹായ്, എൻ്റെ പേര് അൻസിൽ. ഞാനിപ്പം SMV സ്കൂളിൽ +1 പഠിക്കുകയാണ്. അപ്പം ഞാൻ പണ്ട് ഓക്സ്ഫോർഡ് സ്കൂളിലായ സമയത്ത് ഫുട്ബോൾ കളിച്ച് ലിഗമെൻറ്റ് ഇഞ്ചറി ഉണ്ടായി. പിന്നെ ബക്കിൾ ലോക്ക് എന്ന് പറയും. അപ്പം കാല് വളഞ്ഞെന്നിരിക്കും, നിവർത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ ഷമാസ് ഡോക്ടറിനെ കാണുന്നത്. അപ്പോൾ ഷമാസ് ഡോക്ടർ പറഞ്ഞ് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. സർജറി ചെയ്തു. പിന്നെ 1 മാസം കഴിഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 6 മാസം ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് എടുക്കാൻ പറഞ്ഞു. എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിനെ ചോദിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നു. ഷമാസ് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത്. പിന്നെ പ്രവീൺ സാറ് എക്സസൈസ് പറഞ്ഞു തരും, അതേപോലെ കറക്റ്റായിട്ട് ചെയ്തു. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഇപ്പം ഓടാനും ഒക്കെ പറ്റുന്നുണ്ട്. എൻ്റെ പേര് സാജൻ. ഞാനൊരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പം കളിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചവിട്ടിട്ടായിരുന്നു. ചവിട്ടിട്ട് നാൾ മുതൽ എനിക്ക് നടക്കാനോ ഓടാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഷമാസ് ഡോക്ടറിനെ ഉണ്ടായിരുന്നു. ഷമാസ് ഡോക്ടറിനെ കണ്ടപ്പം സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ലിഗമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ടിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഷമാസ് ഡോക്ടറിനെ കണ്ട് ഷമാസ് ഡോക്ടർ ACL
സർജറി ചെയ്തായിരുന്നു. ഇപ്പം സർജറിക്ക് ശേഷം എനിക്കിപ്പോൾ നടക്കാനും ഓടാനൊക്കെ പറ്റുന്നുണ്ട്.